അയൽവാസികൾ തമ്മിൽ ഇങ്ങനെ തല്ലി നശിക്കുന്നത് ശരിയല്ല. കെട്ടുറപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു പെണ്ണിന് ഫോട്ടോ കൊടുക്കുന്നത് ന്യായമാണോ അച്ഛോ? വാങ്ങിക്കാൻ മനസ്സുണ്ടെങ്കിൽ കൊടുക്കുന്നതിന് എന്താണ് തെറ്റ്? അയ്യോ അച്ഛോ, എന്റെ മോന് ഫോട്ടോ പിടിക്കുന്ന ഒരു വിഷയം പോലും ഉണ്ട്. എന്നിട്ടും കൂടെ അവനൊരു ഫോട്ടോ പിടിക്കാൻ ആമ്പിള്ളരായ ഒരു പടമോ എഴുത്തോ ഒക്കെ കൊടുത്തുന്നിരിക്കും. അത് ഇത്ര കേസാക്കാനുണ്ടോ? സംഭവിച്ചതിനെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഈ കഴിവെല്ലാം നിങ്ങൾ മറക്കണം. പടം മേടിച്ച പെണ്ണിനെ എന്റെ മോന് വേണ്ട. അവൾ പണം വാങ്ങിച്ചില്ല. അവൻ കൊടുത്തതാണ്. അവൾക്ക് വേണ്ടെന്ന് പറഞ്ഞുകൂടായിരുന്നോ? ഞാൻ സ്റ്റെല്ലയോട് ചോദിക്കട്ടെ. നിങ്ങൾ ഇവിടെ ഇരിക്കണം. കുഞ്ഞെ വരൂ. ആ ഫോട്ടോ എങ്ങനെ വന്നെന്ന് എനിക്കറിഞ്ഞുകൂടാ. സ്ത്രീയും പുരുഷനും പരസ്പരം സ്നേഹിക്കുന്നത് തെറ്റല്ല. ഹൃദയം തുറന്ന് നിനക്ക് എന്നോട് സംസാരിക്കാം. നിനക്ക് ജോണിയോട് സ്നേഹമുണ്ടോ? അപ്പനും അമ്മച്ചിയും നിശ്ചയിക്കുന്ന കല്യാണത്തിന് അനുസരിക്കേണ്ടത് എന്റെ കടമയാണ്. മറ്റൊരു വിചാരവും എനിക്കില്ല. നീ പറയുന്നത് സത്യമാണോ? സത്യമാണ്. ശരി, സ്റ്റെല്ല പോയിക്കോളൂ. സ്റ്റെല്ല പറയുന്നത് ചാക്കോയെ കിട്ടുന്നതിന് അവർക്ക് പൂർണ്ണ സമ്മതമാണെന്നാണ്. തോമൻ പോയിക്കോളൂ. അവസരപ്പേ, സ്റ്റെല്ല ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഫോട്ടോയുടെ കാര്യം അവൾ അറിയാൻ ചാക്കോയുടെ കെട്ട് ഉറപ്പിക്കും. അച്ഛൻ പറഞ്ഞാ പിന്നെ എനിക്ക് എതിരില്ല അച്ഛോ. എന്താ വർക്കി? അച്ഛന്റെ ഇഷ്ടം പോലെ. എങ്കിൽ മനസ്സമ്മതം വേഗം നടക്കട്ടെ. ഈ പള്ളിയിൽ വെച്ചാകാവുന്നതേ ഉള്ളൂ. എന്നാൽ അങ്ങനെ ആകട്ടെ. അച്ഛൻ ഈ പെണ്ണിനെ തന്നെ കെട്ടണമെന്ന ചാക്കോക്കും ആശ. ഇല്ലെങ്കിൽ ചാക്കോക്ക് നിരാശ വരും. എന്റെ മോളുടെ കല്യാണം നിശ്ചയിച്ചു. അവളുടെ പുസ്തകത്തിനകത്ത് എന്റെ എതിരാളി പണം വയ്ക്കൂ. എന്റെ മോൻ ചുണയുള്ളവനാ. അവൻ പടം നീട്ടിയാലേ അവനോ ഇഷ്ടമില്ലാത്ത പെണ്ണ് വാങ്ങിച്ചു. ഈ തൂങ്ങി കിടക്കണ കുമ്പ് എന്തുകൊണ്ടെന്ന് എനിക്ക് നല്ല വിവരം ഉണ്ടാ. എടുത്ത് ദൂരെ കളയണോ? ബിസിനസ് ഇവിടെ പോളിറ്റിക്സ് പറ്റില്ലേ? രണ്ട് തല്ലിപ്പുളി തന്താ രണ്ട് കിടാങ്ങളെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വെച്ചിട്ട് ഇപ്പൊ പിന്നെ ഈ മുതലാളിമാര് കശപിശ കാണിക്കുന്ന അസൽ എന്തുകൊണ്ടെന്നാണ് എന്റെ ഒരു ഇംഗിതം. എന്റെ മകള് ഒരു പാവമായതുകൊണ്ട് കാര്യം അറിയാതെ പണം വാങ്ങി. എന്റെ മോൻ എടുക്കനായതുകൊണ്ട് അറിഞ്ഞുകൊണ്ട് തന്നെ പടം കൊടുത്തു. അങ്ങനെ വാങ്ങിയാല് അണപ്പല്ല് കാണില്ല. അണപ്പല്ല് എടുക്കാൻ വന്നെങ്കിലുണ്ടല്ലോ അവന്റെ തല്ല് കാണില്ല. അറിയില്ല നീ നിന്റെ അപ്പനും കൂടി ആവൂല. നോക്കാൻ പോയാണ് റപ്പായ എനിക്ക് നല്ലോണം അറിയില്ല. റപ്പായ നല്ലോണം അറിയില്ല. റപ്പായിക്ക് ദേഷ്യം വന്നറിയില്ല. നീയൊന്നും കൂട്ടിയാകൂല്ല. സാമാനങ്ങളൊക്കെ ഉടച്ചിട്ട് എനിക്ക് സഹിക്കുന്നില്ല എന്റെ ലാസ്രിയേട്ടാ. എന്നാലും ഉറപ്പായി എന്റെ ലാസ്രിയേട്ടന്റെ പെടലിക്ക് പിടിച്ചല്ലോ. നിന്റെ കണ്ണുനീര് കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ലടാ പൈലിയേ. എന്റെ കഴുത്തിന് വണ്ണമെങ്കിലും ഉണ്ട്. നിന്റെ കഴുത്ത് ഒടിഞ്ഞു പോവോ നേരത്തെ എനിക്ക്
അതോർത്താണ് ഞാൻ ഒന്നും ചെയ്യാതെ അവിടെ തന്നെ അങ്ങ് നിന്ന് പോയത്. അളിയാ ഇതും കൂടെ അങ്ങ് അടിക്കളിയാ. എന്നാട്ടെ അത് വേണ്ട, നീ കുടിച്ചിട്ട് എനിക്ക് വേണ്ട. രാത്രിയേട്ടൻ കുടിച്ചിട്ട് പാതി എനിക്ക് തന്നാ മതി. തൊണ്ടേന്ന് കള്ളിറങ്ങുമോ നോക്കട്ടെ. കുടിച്ചോ. വേണ്ടടാ മോനെ, നീ കുടി. അയ്യോ എനിക്ക് വേണ്ട രാത്രിയേട്ടാ. കൊച്ചി എറണാകുളം രണ്ട് പൈതങ്ങളെ ആക്ഷേപിക്കാൻ തൃശ്ശൂർക്കാരൻ റപ്പായിക്ക് അവകാശം ഉണ്ടോടാ? രാത്രിയേട്ടാ ഇന്ന് ഈ പൈതൽ അവനെ അടിക്കും. തൃശ്ശൂർക്കാരൻ റപ്പായി അടിച്ചില്ലെങ്കിൽ പച്ചാളത്തുകാരായിട്ട് നമ്മൾ ജീവിച്ചിരുന്നിട്ട് വല്ല കാര്യം ഉണ്ടോടാ? ഞാൻ അടിക്കില്ല രാത്രിയേട്ടാ അവനെ. ഞാനടിക്കുവേടാ അവനെ. ഞാനടിക്കുവാണ്. നീ എന്താ കള്ളുടിച്ചേ കാശ് എന്നിട്ട് പോയി അടിക്ക്. ഇച്ച പോടാ. രാത്രിയേട്ടാ പൊട്ടിക്കട്ടെ. ആ പൊട്ടിച്ചു. ഇത് റപ്പായി എല്ലാളും തെറ്റിപ്പോയി. ഇത് റപ്പായി അല്ലല്ലോ, അവൻ അങ്ങ് ഇരിപ്പായി. ഓനെ മനസ്സിലായിക്കടാ. ഞങ്ങൾക്ക് ആള് തെറ്റിപ്പോയതാ. ഞങ്ങൾ റപ്പായിയെ പോയി അടിച്ചേച്ചും വരാൻ കേട്ടോ. എവനെ പുറത്തു പോ. നാളേക്ക് കള്ളു കൊടുത്തേക്കണം കേട്ടോ. ഇത് ഇവിടെ രാഷ്ട്രീയം പറ്റില്ല. ഇത് തീശാപ്പണോ? നിന്റെ ഈ മർദ്ദനത്തിന്റെ പരിപാടി ഇല്ല. അവിടെ നടക്കില്ല. പോയ പണി നോക്കിയ പണി. എന്താ പണ്ടാറ പൊട്ടിച്ച് കയ്യിൽ എവിടെയില്ല പണ്ടാറകള്. കർത്താവേ, ഞാൻ കാരണം സ്റ്റെല്ല വളരെയേറെ വേദനിച്ചു. എനിക്കതിൽ വിഷമമുണ്ട്. സ്റ്റെല്ല, എല്ലാം മറക്കൂ. സ്റ്റെല്ലയ്ക്ക് സുഖമായ ഒരു കുടുംബജീവിതം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. അടികൊണ്ട പാട് ഇപ്പോഴും മാഞ്ഞിട്ടില്ല. ഞാൻ കാരണം വീണ്ടും അടികിട്ടി. എനിക്ക് വേണ്ടി ഇത്രയെങ്കിലും വേദനിക്കും. അതിലേറെ വേദന എന്റെ ഉള്ളിലുണ്ട്. അയ്യോ, എന്താടാ മോനെ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ല സ്റ്റെല്ലയെ ഉടനെ എനിക്ക് കെട്ടിച്ചേരാൻ. പോയപ്പച്ച പോയി, അവള് പോയപ്പച്ച. എവിടെ പോയി മക്കളെ? ഞാൻ പള്ളിയിൽ പോയി വരുമ്പോ അവളും ജോണിയും കൂടെ കുറ്റിക്കാടിന്റെ ഇടയിലുള്ള വഴിയില് ഞാൻ കണ്ടപ്പച്ച. ഇതിന് ഞാൻ സമാധാനം ഉണ്ടാക്കാം. കുഞ്ഞാലി അപ്പച്ച, നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മുതലാളി. ആ ജോണിക്ക് തടവാൻ വേണ്ടി സ്റ്റെല്ല കുഞ്ഞ് കവളിൽ അടിച്ചോണ്ടിരിക്കുന്ന ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ഇനി ഞാൻ അവളെ ജീവനോടെ വെച്ചിട്ടില്ല. എന്റെ മകനൊക്കെ അറിഞ്ഞില്ലേ അവള്? അവൾ വൃത്തിയാണ് ഇതൊക്കെ കാരണക്കാരി. അവനെ കുറ്റം പറയണ്ട. മനസ്സമ്മതം നിശ്ചയിച്ചിരിക്കുന്ന പെണ്ണ. ഒന്ന് പതുക്കെ പറ. ഇനി എല്ലാം ഉറക്കത്തിന് തീരുമാനിക്കാൻ പോവുകയാണ്. വളരെ ഉറക്കെ. എന്റെ മോന് കുഞ്ഞാലി, നീ കൂടി നിൽക്ക്. ഇന്ന് ഞാൻ അതിന് സമാധാനം ഉണ്ടാക്കും. ഇനി ഒരു സമാധാനം എനിക്ക് കേൾക്കണ്ട. തന്റെ പെണ്ണിനെ ഞങ്ങൾക്ക് വേണ്ട. അഴിഞ്ഞു നോക്കണ പെണ്ണിനെ എന്റെ മോൻ കെട്ടൂല. കുഞ്ഞു വരുന്നുണ്ട്. ഇനി അവക്ക് മനസ്സ് ചോദ്യവും കിട്ടുമെന്ന് വേണ്ടി വരില്ല. ഒരു ശവപ്പെട്ടി തയ്യാറാക്കിയാൽ മതി.
കഴിയുന്നുണ്ടെങ്കിൽ ഈ നെഞ്ചിൽ വെടിവെക്കാം. കുറെ കൂടി വിരിഞ്ഞ മാറും നിറഞ്ഞ ഹൃദയവും എന്റേതാണ്. താമസിച്ചാൽ വെടിവെക്കാൻ കഴിഞ്ഞില്ലെന്ന് വരും. ഒരു പെണ്ണും ആണും തമ്മിൽ സംസാരിച്ചാൽ വെടിയാണ് കുറഞ്ഞ ശിക്ഷയെങ്കിൽ വേഗമാകട്ടെ. തോക്കുന്നവരെ തനിയെ വെടിവെച്ചിട്ടില്ല. പൗരുഷമുള്ള ഒരു മനുഷ്യന്റെ അതിന്റെ പിന്നിൽ വേണം. വെക്കണോ വെടി?